തെലങ്കാനയിൽ കോൺഗ്രസ് എല്ലാവരും പ്രതീക്ഷിച്ച ആളെ തന്നെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചപ്പോഴും BJP വിജയിച്ച 3 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ പ്രഖ്യാപിക്കുവാൻ പാർട്ടി വല്ലാതെ സമയമെടുത്തു. രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും BJPയുടെ മുഖ്യമന്ത്രി പ്രഖ്യാപനം വലിയ സർപ്രൈസ് ആയിരുന്നു. വാർത്തകളിൽ നിറഞ്ഞ പേരുകളെല്ലാം വിട്ട് പുതുമുഖങ്ങളെയാണ് BJP മുഖ്യമന്ത്രി പദം ഏൽപ്പിക്കുന്നത്. ഛത്തീസ്ഗഡിൽ ഒരു ഗോത്ര നേതാവിനെയും മധ്യപ്രദേശിൽ OBC നേതാവിനെയും രാജസ്ഥാനിൽ ഒരു ബ്രാഹ്മണ നേതാവിനെയും മുഖ്യമന്ത്രിയായി തീരുമാനിച്ചതിൽ നിന്ന് 2024 BJPയുടെ ജാതി സമുദായ സമവാക്യങ്ങൾ വ്യക്തമാകുന്നുണ്ട്. 3 പേരും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു സാമ്യം 3 പേരും RSSുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരാണ് എന്നതാണ്. പതിറ്റാണ്ടുകളായി ഹിന്ദി മണ്ണിൽ പാർട്ടിയുടെ മുഖങ്ങളായിരുന്ന ശിവരാജ് സിംഗ് ചൗഹാൻ, വസുന്ധര രാജ സിന്ധ്യ, രമൺ സിംഗ് എന്നീ 3 വൻമരങ്ങളെ മാറ്റി നിർത്തിയാണ് BJP പുതുതന്ത്രം മെനയുന്നത്. 3 സംസ്ഥാനങ്ങളിലെയും ഉപമുഖ്യമന്ത്രിമാരെ തെരഞ്ഞെടുത്തപ്പോഴും BJP ജാതി സമവാക്യങ്ങൾ കൃത്യമായി പാലിക്കുന്നതിൽ സൂക്ഷ്മത കാണിച്ചിട്ടുണ്ട്. രാജസ്ഥാനിലെ ഒരു ബ്രാഹ്മണ നേതാവായ ഭജൻലാൽ ശർമ്മയെയാണ് BJP മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തത്. കന്നി MLA ആയ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതായിരുന്നു. ജയ്പൂരിലെ പഴയ രാജകുടുംബാംഗമായ ദിയാ കുമാരി, പട്ടികജാതി നേതാവായ പ്രേംചന്ദ് ബെർവെ എന്നിവരെ ഉപമുഖ്യമന്ത്രിമാരാക്കി നിയമിക്കുകയും സിന്ധി നേതാവായ വാസുദേവ് ദേവ്നാനിയെ സ്പീക്കറായി തെരഞ്ഞെടുക്കുകയും ചെയ്തു. മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായി മോഹൻ യാദവിനെ BJP തെരഞ്ഞെടുത്തത് സ്വന്തം പാർട്ടിക്കാരെ പോലും അമ്പരിപ്പിച്ചു. മധ്യപ്രദേശ് ജനസംഖ്യയിലെ 48% വരുന്ന OBC വിഭാഗത്തിൽ നിന്ന് വരുന്ന ഒരു പ്രബലനായ നേതാവാണ് മോഹൻ യാദവ്. മധ്യപ്രദേശിലെ ഉപമുഖ്യമന്ത്രിമാരായ ജഗദാഷ് ദേവ്ദയും രാജേന്ദ്ര ശുക്ലയും യഥാക്രമം ദളിത് ബ്രാഹ്മണ വിഭാഗങ്ങളിൽ പെടുന്നവരാണ്. മുൻ കേന്ദ്രമന്ത്രി നരേന്ദ്ര സിംഗ് തോമറിനെയാണ് സ്പീക്കറായി നിയമിച്ചിരിക്കുന്നത്. ഛത്തീസ്ഗഡിൽ പ്രമുഖ ഗോത്ര നേതാവായ വിഷ്ണുദേവ് സായിയെയാണ് മുഖ്യമന്ത്രിയായി BJP നിശ്ചയിച്ചത്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ OBC ഗ്രൂപ്പായ സാഹു സമുദായത്തിൽ നിന്നുള്ള അരുൺ സാവോയെയും ബ്രാഹ്മണ നേതാവായ വിജയ് ശർമ്മയെയുമാണ് ഛത്തീസ്ഗഡിലെ ഉപമുഖ്യമന്ത്രിമാരായി തീരുമാനിച്ചിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി രമൺ സിംഗിനെ സ്പീക്കറായും തെരഞ്ഞെടുത്തു. ഛത്തീസ്ഗഡിലെ ഉന്നത ജാതിയായി അറിയപ്പെടുന്ന രജ്പുത് വിഭാഗത്തിൽപ്പെട്ടയാളാണ് രമൺ സിംഗ്. അദ്ദേഹത്തെ സ്പീക്കറാക്കുക കൂടി ചെയ്ത് BJP സംസ്ഥാനത്തെ ജാതി സമവാക്യങ്ങൾ കൃത്യമാക്കുകയായിരുന്നു. വീണ്ടും തുടർഭരണം ഉറപ്പിച്ച് ഹാട്രിക് നേടുവാൻ BJP കച്ചകെട്ടി ഇറങ്ങുമ്പോൾ 3 സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാരെയും ഉപമുഖ്യമന്ത്രിമാരെയും നിശ്ചയിക്കുന്നതിൽ BJP സൂക്ഷിച്ച ജാതി സമവാക്യങ്ങളിലെ കൃത്യത ഏറെ ശ്രദ്ധേയമാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനും BJP ഇതേ തന്ത്രം പയറ്റുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു.